വടക്കൻ ഗാസ മുനമ്പിലെ ബേറ്റ് ഹനോനിൽ റോഡരികിൽ സ്ഥാപിച്ച ബോംബ് പൊട്ടിത്തെറിച്ച് 5 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും 14 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി സൈന്യം അറിയിച്ചു. സ്റ്റാഫ് സർജൻ മേയർ ഷിമോൺ അമർ, മോഷെ നിസിം ഫ്രിച്ച്, നോം അഹ്റോൺ മുസ്കാഡിയൻ, മോഷെ ഷ്മുവൽ നോൾ, ബെന്യാമിൻ അസുലിൻ എന്നിവരാണ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. ബേറ്റ് ഹനോനിൽ കരസേന ഓപ്പറേഷൻ നടക്കുന്നതിനിടെ റോഡരികിൽ തീവ്രവാദികൾ സ്ഥാപിച്ച ബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നെന്ന് IDF നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്ന ഭീകരരെ നീക്കം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഗാസ ഡിവിഷന്റെ നോർത്തേൺ ബ്രിഗേഡിന് കീഴിൽ സൈനികർ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയതെന്നും സൈന്യം പറഞ്ഞു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാഷിംഗ്ടൺ സന്ദർശനത്തിനിടെ നടന്ന സംഭവത്തിൽ അദ്ദേഹം അനുശോചനം രേഖപ്പെടുത്തി. ഹമാസിനെ പരാജയപ്പെടുത്താനും എല്ലാ ബന്ദികളെ മോചിപ്പിക്കാനുമുള്ള ദൗത്യത്തിൽ ജീവൻ ബലിയർപ്പിച്ച വീരപോരാളികളുടെ മരണത്തിൽ മുഴുവൻ ഇസ്രായേൽ ജനതയും ശിരസ് നമിക്കുന്നു. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും സംഭവത്തിൽ പരിക്കേറ്റവർ പൂർണ്ണമായി സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നുവെന്നും നെതന്യാഹു പറഞ്ഞു. സമീപ മാസങ്ങളിൽ ഗാസയിൽ നടന്ന പോരാട്ടത്തിനിടെ കൊല്ലപ്പെട്ട സൈനികരിൽ ഭൂരിഭാഗവും സ്ഫോടക വസ്തുക്കൾ മൂലമാണ് കൊല്ലപ്പെട്ടത്. അവയിൽ പലതും കെട്ടിടങ്ങളിലോ റോഡുകളുടെ വശങ്ങളിലോ സ്ഥാപിച്ചവയാണ്. ജൂൺ മാസത്തിൽ 7 കോമ്പാറ്റ് എഞ്ചിനീയറിംഗ് സൈനികർ ഹമാസ് ഭീകരൻ സൈനിക വാഹനത്തിൽ സ്ഥാപിച്ച ബോംബ് പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെട്ടിരുന്നു. ഇതോടെ ഗാസയിലെ ഹമാസിനെതിരായ കരയാക്രമണത്തിലും അതിർത്തിയിലെ സൈനിക നടപടികളിലുമായി ഇസ്രായേലിലെ മരണസംഖ്യ 449ആയി. അതേസമയം ഗാസയിലെ ഏറ്റവും പുതിയ സൈനിക നടപടിയിൽ ഇസ്രായേൽ സൈന്യം കൂടുതൽ പ്രദേശം പിടിച്ചെടുക്കുമെന്നും നിലവിൽ ഗാസ മുനമ്പിലെ ഏകദേശം 70% പ്രദേശവും സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണെന്നും സൈന്യം പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്.